ാണ് നമ്മുടെ രാഷ്ട്രഭാഷ ആകേണ്ടത്, അല്ലാതെ ഇംഗ്ലീഷല്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളെ ഒപ്രസ് ചെയ്ത് അടിമപ്പെടുത്തിയ ആളുകളുടെ ഭാഷയാണ്. ചൈനയിൽ പോയാൽ ചൈനീസാണ് അവരുടെ രാഷ്ട്രഭാഷ, ഫ്രാൻസിൽ പോയാൽ ഫ്രഞ്ചാണ് അവരുടെ രാഷ്ട്രഭാഷ, ജർമ്മനിയിൽ പോയാൽ ജർമ്മനാണ് അവരുടെ രാഷ്ട്രഭാഷ, ജപ്പാനിൽ പോയാൽ ജാപ്പനീസാണ് അവരുടെ രാഷ്ട്രഭാഷ. ഓസ്ട്രേലിയയിലും കാനഡയിലും പിന്നെ അമേരിക്കയിലും ന്യൂസിലൻഡിലും അവിടെയെല്ലാം അവരുടെ രാഷ്ട്രഭാഷ ഇംഗ്ലീഷാണ്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണോ? 200 കൊല്ലം നമ്മളെ ഭരിച്ചിട്ടും നമ്മളെ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് സായിപ്പിന് പറ്റിയില്ല. അതുകൊണ്ടല്ലേ ടോഫൽ വേണം, ഐലറ്റ്സ് വേണം, GRE വേണം, എന്നാലേ അവിടെ പോയി പഠിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉള്ളവർക്ക് പോലും അവർ പറയുന്ന മാതിരി ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ നല്ലതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. എനിക്കും അറിയാം കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ. 45 കൊല്ലമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ആ 45 കൊല്ലത്തിൽ പഠിച്ചിട്ട് പോലും എൻ്റെ ഇംഗ്ലീഷ് ഈ അവസ്ഥയാണ്. ആ അവസ്ഥയെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന്. പക്ഷേ 45 കൊല്ലമായിട്ട് ഞാൻ ഒട്ടും എഫർട്ട് ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റുന്ന ചില ഭാഷകളുണ്ട്. അതിലൊരു ഭാഷയാണ് മലയാളം. അതിൽ എഫർട്ട് എന്നൊക്കെ വരും കേട്ടോ. ഹിന്ദി, അതിനെനിക്ക് ഭയങ്കര തല പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇരുന്ന് സിനനിംസും ആൻറ്റനിംസും മറ്റേതും തെസോറസും നോക്കി ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. എന്തിനാണോ നമ്മളെ കുട്ടികളെ ഒരു അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വീണ്ടും അടിമത്തത്തിലേക്കാക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കൃതി, ഇതൊക്കെ നഷ്ടപ്പെടൂലേ? എൻ്റെ മോക്ക് ഹിന്ദി സംസാരിക്കാൻ പോലും അറിയില്ല. കാരണം എന്താ? അവളുടെ ഫ്രണ്ട്സൊക്കെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. എൻ്റെ അച്ഛനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ് ബേട്ടാ തും കൈസേ ഹോ. അവൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്താ അറിയാത്തത്? എൻ്റെ പഴയ ഭാര്യ വിട്ടുപോയി. തമിഴും മലയാളമാണ്. ആ തമിഴ് മലയാളം ഭാഷ പോലും അവൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അറിയോ? ICSEയിലാണ് പഠിച്ചത്. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഇംഗ്ലീഷ് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. അല്ല, ഈ രാഷ്ട്രം മുഴുവൻ ഇംഗ്ലീഷ് സംസാരിക്കണം എന്താ ഇത്ര വലിയ നിർബന്ധം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇന്ത്യ ഫുള്ളായിട്ട് ഒരു ആംഗ്ലോ ഇന്ത്യ ആയി മാറണമെന്ന് ആഗ്രഹിക്കുന്നത്? അതെനിക്ക് പറഞ്ഞുതരി. ഇംഗ്ലീഷ് നമ്മുടെ ഭാഷയാണോ? അല്ലല്ലോ. പിന്നെ അതെങ്ങനെയാണ് നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആവുക? നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇല്ല എന്നാക്കി തീർക്കുകയാണ്. പിന്നെ ശശി തരൂർ പോലുള്ള ആൾക്കാർ ഭയങ്കര വിദ്വാനാണ് നിങ്ങൾ. പക്ഷെ ഒരു ബംഗാളിയും ഒരു മലയാളിയും തമ്മിൽ സംസാരിക്കണം. ഒരു സാധാരണ ബംഗാളി, ഒരു സാധാരണ മലയാളി തമ്മിൽ സംസാരിക്കണം. അവൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, മലയാളിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഏത് ഭാഷയിലാണ് സംസാരിക്കുക? രണ്ടും കമ്മ്യൂണിസ്റ്റുകാരാ. ഏത് ഭാഷയിലാണ് സംസാരിക്കുക? മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ? ബംഗാളി സംസാരിക്കാൻ പറ്റുമോ? ഏത് ഭാഷയിലാണ് സംസാരിക്കുക? ഹിന്ദിയിലാണ് സംസാരിക്കുക. ഹിന്ദി ഈസ് അവർ കോമൺ ലാംഗ്വേജ്. നിങ്ങൾ ഇത്രയും പാർലമെൻറ്റ് കൂടുന്നു. ഞാൻ ആ പാർലമെൻറ്റ് നോക്കിയപ്പോൾ എല്ലാവരും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. മലയാളത്തിൽ സംസാരിക്കുന്ന എത്ര പേരുണ്ടതിന്? മലയാളം സംസാരിക്കുന്നവർ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അവർ ഇംഗ്ലീഷ് ബേഷ് ഇംഗ്ലീഷാണ്. ഞാൻ പറഞ്ഞ ദൈവമേ, ഈ ചങ്ങായി ഇനി എലക്റ്റായിട്ട് പോയാൽ നമ്മളെ നാടിനെ കുറിച്ചുള്ള ഇമ്പ്രഷൻ പൊതുവേ ഓൾറെഡി ബാഡാണ്. ഇനി അത് എങ്ങോട്ടാവുമെന്ന് ആർക്കറിയാം? അതാണ് നിങ്ങളുടെ പാർലമെൻറ്റേറിയൻസ് അവിടെ പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാ ഇംഗ്ലീഷ്. എന്നിട്ട് അവിടെ പോയി മലയാളം കൊട്ടേഷനും അല്ല, കൊട്ടേഷൻ ഇവിടെ കൊടുത്തായിരിക്കും അവിടെ പോയിട്ട് മലയാളം കൊട്ടേഷൻ കൊടുക്കാൻ തോന്നി. എവിടെ ആ മലയാളം ആ സ്പീക്കർക്കെങ്കിലും മനസ്സിലാവും. അല്ല, അവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അത് മനസ്സിലാവും? എത്ര മലയാളി സാൻസദ് ഉണ്ട്? അവർക്കൊക്കെ ഇവിടെ തന്നെ എഴുതി വെച്ചാൽ അറിയാലോ. മനോരമ വായിക്കുന്നവരല്ലേ അവർക്ക് അറിയില്ല അത്. ഒരു കോമൺ ലാംഗ്വേജ് വേണം. അതാണ് നാഷണൽ ലാംഗ്വേജ്. നാഷണൽ ലാംഗ്വേജിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക ആദ്യം. അല്ലാതെ 22 ഭാഷകൾ നാഷണൽ ലാംഗ്വേജാ. 22 ഭാഷകൾ നാഷണൽ ലാംഗ്വേജാ. അങ്ങനെയാണെങ്കിൽ 11 പ്ലെയേഴ്സും ക്യാപ്റ്റനാ. പിന്നെ ക്യാപ്റ്റൻസിൻ്റെ ആവശ്യമില്ലല്ലോ. എടോ, ആരെങ്കിലും ലീഡ് ചെയ്യണ്ടേ? അതിനല്ല ഒരു ക്യാപ്റ്റനെ വേണ്ടത്. അല്ല, ഈ IPL പണ്ടൊരു ടീം മേടിച്ച ആളല്ലേ ശശി തരൂർ സാർ? അവിടെ എല്ലാവരും ക്യാപ്റ്റനായിരുന്നു. 11 ക്യാപ്റ്റൻസ് ഉണ്ടായിരുന്നു. നിങ്ങളെ കോൺഗ്രസ്സിലുള്ള പോലെ 11 ക്യാപ്റ്റൻസ്. ഇന്ത്യൻ ടീം R രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, ഇന്ത്യൻ ടീം V വിരാട് കോഹ്ലി ക്യാപ്റ്റൻ, ഇന്ത്യൻ ടീം പിന്നെ ഏതാ
വൈ യശസ്വി ക്യാപ്റ്റൻ. എങ്ങനെയുണ്ട്? അങ്ങനെ ഒരു ടീമുണ്ടോ? ഉണ്ടാക്കാൻ പറ്റുമോ? എവിടെ ഐക്യതയില്ലാത്ത നിങ്ങൾക്ക് ഐക്യതയെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഈ യുണൈറ്റഡ് എന്ന് അവരുടെ ഫ്രണ്ടിൻ്റെ മുകളിൽ എഴുതി വയ്ക്കും, യുണൈറ്റഡ് ഡെമോക്രാറ്റ്. എന്താണോ യൂണിറ്റി? ഒന്ന് പറഞ്ഞേരി, എന്താണ് യൂണിറ്റി? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ, ഞാൻ അംഗീകരിച്ചു. ഇത്രയും 22 ഡൈവേഴ്സ് ലാംഗ്വേജസ് നമുക്കുണ്ട്. അതിൽ യൂണിറ്റി വേണം നമുക്ക്. എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഭാഷ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റൂല. അതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ, ഏറ്റവും കോമൺ ആയിട്ടുള്ള സാധാരണക്കാരന് പോലും സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഭാഷ ഹിന്ദി. ബഹുത് സരൽ ഭാഷ ഹേ ഹിന്ദി, ഹമാരി രാഷ്ട്രഭാഷ ഹേ. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്ന സെൻറ്റൻസാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്നതാണ് അത്. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ, അങ്ങനെ ഒരു ഹിന്ദി ഹമാരി രാഷ്ട്രഭാഷ ഹേ, ഹിന്ദി ബഹുത് സരൽ ഭാഷ ഹേ എന്നുള്ള ഈ 2 സെൻറ്റൻസ് ഇല്ലാത്ത ടെക്സ്റ്റ് ബുക്ക് അവർക്ക് കിട്ടിയോ ഇല്ലയോ? അന്നേ അറിയാം ഹിന്ദി ഹമാരി രാഷ്ട്രഭാഷ ഹേ അല്ലേ? രാഷ്ട്രഭാഷ എന്ന് പറഞ്ഞാൽ കോമൺ ലാംഗ്വേജ് ആണ്. എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കോമൺ ലാംഗ്വേജ് വേണം. അറബി നാട്ടിൽ പോയാൽ അവിടുത്തെ രാഷ്ട്രഭാഷ എന്താ? ഉറുദുവാ? അതോ അറബിയാണോ? അത് ഹിന്ദിയാണോ? ഏതെങ്കിലും അറബിക്കാരനോട് ചോദിച്ചാൽ അവൻ പറയും അറബിക് ഇസ് നാഷണൽ ലാംഗ്വേജ്, അറബിക് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഹിന്ദുസ്ഥാൻ എന്ന് വരെ പേരുണ്ട്, എന്നിട്ട് പോലും ഹിന്ദി ഈസ് നോട്ട് ദ നാഷണൽ ലാംഗ്വേജ്. 22 നാഷണൽ ലാംഗ്വേജസ് അതെ. ഓ മൈ ഗാഡ്, ശശി തരൂർ നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. സ്റ്റാലിനാണ് അതിനേക്കാളും ബ്രില്യൻ്റ്. 22 നാഷണൽ ലാംഗ്വേജസ്. എടോ, ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓരോ സ്റ്റേറ്റിനാണ് ഉണ്ടാവുക. ഞാൻ മലയാളത്തിൽ ഒരു കത്ത് എഴുതിയിട്ട് പഞ്ചാബിൽ തഹസിൽദാറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുത്താൽ തഹസിൽദാർ വായിക്കുമോ? മനസ്സിലാവുമോ? അവിടെ ഒന്നുകിൽ പഞ്ചാബിയിൽ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കണം. അപ്പോൾ അവിടെയുള്ളവരെല്ലാം ഏത് ഭാഷയിലാണ് എഴുതുന്നത്? ഇംഗ്ലീഷിലാണ് എഴുതുന്നത് ആണോ? സാധാരണക്കാരൊക്കെ. നമ്മളെ കേസിൻ്റെ കാര്യം വന്നു, എൻ്റെ ലൈഫിലൊരു കേസ് വന്നു. നിങ്ങളൊക്കെ വരുത്തിച്ച കേസും കൂടിയാണ്, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അവർ മലയാളത്തിലാണ് ഫുള്ള് കാര്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് ടീം അവരെ വിചാരം എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. എടോ, ഞാൻ ഇവിടെ തന്നെ കടോർന്ന് പേരുള്ളതുകൊണ്ട് മാത്രം എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് വിചാരിച്ച മണ്ടന്മാർക്ക് വേണ്ടി ഞാൻ പറയാണ്, എഴുതാനും അറിയാം, വായിക്കാനും അറിയാം, പ്രസംഗിക്കാനും അറിയാം. ഒരുപാട് പേരെ മലയാളത്തിൽ ഞാൻ സംസാരിച്ച് ഹോമിയോപ്പതി മരുന്ന് കഴിക്കാനും യേശു ക്രിസ്തു വിശ്വസിക്കാനും കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊരു രാഷ്ട്രഭാഷ വേണം. ആ രാഷ്ട്രഭാഷ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ്. അല്ലാതെ 22 ഭാഷ ഒരിക്കലും രാഷ്ട്രഭാഷയാവില്ല എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചറിഞ്ഞൂടെ? ബ്രെയിനില്ലേ? എന്താണ് രാഷ്ട്രഭാഷ? ഈസ് വൺ ലാംഗ്വേജ്, കോമൺ ലാംഗ്വേജ് ഫോർ ഓൾ പീപ്പിൾ. ആൻഡ് ദാറ്റ് വൺ ലാംഗ്വേജ് ഫോർ ഓൾ പീപ്പിൾ ഈസ് വാട്ട്? ഹിന്ദി അല്ലേ? അതാണ് രാഷ്ട്രഭാഷ, കോമൺ ലാംഗ്വേജ്. ഫസ്റ്റ് പോയിന്റ് ഇസ് കോമൺ ലാംഗ്വേജ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് കനോട്ട് ബി ദ ലാംഗ്വേജ് ഓഫ് ദ കൊളോനൈസർ. അത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എനിക്ക് എന്തോ ഇംഗ്ലീഷ് വിരോധം ഉണ്ടെന്ന് ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് ഇംഗ്ലണ്ടിനോടോ ഇംഗ്ലീഷിനോടോ വിരോധമില്ല. മെനി ഇയേഴ്സ് അഗോ ഇംഗ്ലീഷ് were ruling us. Today English is still ruling us. മനസ്സിലായോ? We are slaves of English then and now. അതിൻ്റെ ആവശ്യമില്ല. രാഷ്ട്രഭാഷ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ആ ഭാഷ എന്ന് പറയുന്നത് ഇൻഡിജിനസ് ഭാഷയായിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി എ ലാംഗ്വേജ് ഓഫ് ദ പീപ്പിൾ, അല്ലാതെ കോളനൈസറിൻ്റെ ഭാഷയല്ല. നമ്മളെ അടിമത്വത്തിലാക്കിയ ആൾക്കാരുടെ ഭാഷയല്ല നമ്മുടെ രാഷ്ട്രഭാഷ. നമ്മുടെ രാഷ്ട്രഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ആളുകളുടെ ഭാഷയാണ്, ഇവിടെ ആരംഭിച്ച ഭാഷയാണ്. മലയാളം നമുക്ക് രാഷ്ട്രഭാഷയാക്കാമായിരുന്നു. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഇവിടെയുള്ള ഒരുപാട് പേര് മലയാളമാണ് സംസാരിച്ചിരിക്കുന്നത്. മലയാളം സംസാരിക്കുമ്പോൾ പഞ്ചാബിക്കും ഉത്തർപ്രദേശുകാരനും മധ്യപ്രദേശുകാരനും ഒക്കെ ക്ലിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നെങ്കിൽ മലയാളം നമുക്ക് രാഷ്ട്രഭാഷയാക്കാമായിരുന്നു. അപ്പോൾ ചോദിക്കുക, ദ്രാവിഡ ഭാഷയാണല്ലോ രാഷ്ട്രഭാഷയാക്കേണ്ടത്. ശരിയാ, ഇവിടെ ഈ ദ്രാവിഡന്മാർക്ക് എല്ലാവർക്കും എല്ലാ ദ്രാവിഡ ഭാഷ അറിയോ? മലയാളം സംസാരിക്കുന്ന എല്ലാവർക്കും തെലുങ്ക് അറിയോ? തെലുങ്ക് സംസാരിക്കുന്ന എല്ലാവർക്കും മലയാളം മനസ്സിലാവും? ഞാൻ NT അടുത്തേക്ക് പോയി, എല്ലാം തെലുങ്കുകാരാ, ഒറ്റ ഒരുത്തനും മലയാളം അറിയില്ല.
അവർക്ക് എൻ ടി എന്ന് മാത്രമേ അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ടീം വേണ്ട, പക്ഷേ നിങ്ങളോട് ഇപ്പോൾ എങ്ങനെയാണ് സംസാരിക്കുക, ഹൗ ഡു ഐ ടോക്ക് വിത്ത് യു? അതിന് കുറേ പേർക്ക് ഹിന്ദി അറിയാം, അതാ രസം. അങ്ങനെ ഹിന്ദി പഠിച്ച് ഹിന്ദി കൈസേ മാലൂം എന്നല്ല ഞാൻ ചോദിച്ചത്, ആപ് ഹിന്ദി कैसे जानते हो എന്നാ ചോദിച്ചത് കേട്ടോ. आप हिंदी कैसे जानते हो? वो हम टीवी देखते हैं, टीवी में आता है, मूवी में आता है हिंदी, इसलिए हमको हिंदी आता है. हिंदी बहुत सरल भाषा है भाई डियर. इट इज़ എ വെരി ഈസി സിമ്പിൾ ലാംഗ്വേജ് ടു ലേൺ. അതുകൊണ്ടാണ് പറഞ്ഞത് ഹിന്ദി ഹമാരി രാഷ്ട്രഭാഷ ഹെ. ഹമാര അല്ല, ഹമാരി. ഓക്കെ, ഹിന്ദി ഒരു സ്ത്രീലിംഗമാണെന്നാണ് പറയുന്നത്. ഹിന്ദി ഹമാരി രാഷ്ട്രഭാഷ ഹേ. ഹൂ ഹോ ഹി ഥി അല്ല, ഈ ഹേ ഹൂ ആണ് കൺഫ്യൂഷൻ. അത് ക്ലിയർ ആക്കിയാൽ ആർക്കും ഹിന്ദി സംസാരിക്കാം. അതിലൊരു കൺഫ്യൂഷനും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതിനൊരു ലോജിക്കലായിട്ട് ഞാൻ വേണമെങ്കിൽ പഠിപ്പിച്ചുതരാം. ഫസ്റ്റ് പേഴ്സൺ വരികയാണെങ്കിൽ മേ വരികയാണെങ്കിൽ ഹൂ വരും. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ വരികയാണെങ്കിൽ അവസാനം വരുന്ന ഹൂ ആയിരിക്കും. ഇനി ഹം ആണെങ്കിൽ ഹേ വരും. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വരികയാണെങ്കിൽ ഹേ എന്ന് പറയുന്ന എൻഡിങ്ങാണ് വരിക. പിന്നെ സെക്കൻഡ് പേഴ്സൺ തും, ഹോ എന്ന് പറഞ്ഞ എന്തെങ്കിലും ആയിരിക്കും വരിക പ്രസൻറ്റ് ടെൻസിൽ. ആപ്പ്, ഹോ എന്ന് പറഞ്ഞ എന്തെങ്കിലും ആയിരിക്കും വരിക. ഹേ എന്നും വരാം, അത് സാഹചര്യം അനുസരിച്ച്. പിന്നെന്താണ്, ഞാൻ പറയട്ടെ, ഈ ഹിന്ദി എന്ന് പറയുന്നത് പഠിപ്പിക്കാനും പഠിക്കാനും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഏറ്റവും കൂടുതൽ ഹിന്ദി ടീച്ചേഴ്സ്, നന്നായി പഠിപ്പിക്കുന്ന ഹിന്ദി ടീച്ചേഴ്സ് മലയാളികളാണ്. ഈ ഹിന്ദി എന്ന് പറഞ്ഞ ഭാഷേൻ്റെ ഡിക്ഷണറി ഉണ്ടാക്കിയത് ക്രിസ്ത്യൻസാണ്. ഹിന്ദി എന്ന് പറയുന്ന ഭാഷ എല്ലായിടത്തും പ്രചരിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ഓടി നടന്ന് ഹിന്ദിയിൽ സംസാരിക്കുന്ന വ്യക്തി രാഹുൽ ഗാന്ധിയാണ്. മനസ്സിലായോ? മോദിജി മോദിജിക്ക് വേറെ ആശയമില്ലല്ലോ. രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വന്നിട്ട് മലയാളമല്ലേ സംസാരിക്കേണ്ടത്? മലയാളം ഒരു 22 ഒഫീഷ്യൽ രാഷ്ട്രഭാഷകളിലെ ഒരു ഭാഷയല്ലേ അത്, അല്ലേ? എന്താ അയാൾ മലയാളം സംസാരിക്കാത്തത്? മലയാളം അറിയില്ല, ഹിന്ദി അയാൾ സംസാരിക്കുന്നത്. ആ ഹിന്ദിയാണ് അവിടെയുള്ള കുട്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇനി ഇംഗ്ലീഷ് വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷേ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. കാരണം ഇപ്പോൾ ഈ ശശി തരൂരൊക്കെ പറഞ്ഞ കട്ടി ഇംഗ്ലീഷ് ആരെങ്കിലും വന്ന് പ്രസംഗിച്ചാലുണ്ടല്ലോ, അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്ക് ആദ്യം സ്ക്രിപ്റ്റ് കൊടുത്താലേ അയാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് സാധാരണ ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. 22 രാഷ്ട്രഭാഷ ഒരൊറ്റ സ്ഥലത്തും വേൾഡിലില്ല. 22 രാഷ്ട്രഭാഷയല്ല, 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ്. അവരവരുടെ സ്റ്റേറ്റിൽ നാഷണൽ ലാംഗ്വേജ് കൂടാതെ ആ ഒഫീഷ്യൽ ലാംഗ്വേജും കൂടെ യൂസ് ചെയ്യുക ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി. ഇതൊക്കെ ഗവൺമെൻറ്റാണ്. ഈ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ വാക്ക് ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി, അത്രയേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, ഏത് ഭാഷ വേണമെങ്കിൽ ഉപയോഗിച്ചോ. അപ്പോൾ പിന്നെ രാഷ്ട്രഭാഷ ഏതായിരിക്കണം? 22 ഭാഷകൾക്ക് രാഷ്ട്രഭാഷ ആവാൻ പറ്റില്ല. ഒരു കോമൺ ഭാഷ വേണം, എല്ലാവർക്കും മനസ്സിലാവുന്ന, സംസാരിക്കാൻ സാധിക്കുന്ന, പഠിക്കാൻ സാധിക്കുന്ന എളുപ്പത്തിൽ. അതാണ് ഹിന്ദി.